ഹായ് ഗൈസ്, പയ്യന്നൂർ എക്സ്പോ കാണാൻ പോയ വീഡിയോ ആണ് നിങ്ങൾ എനിക്ക് കാണാൻ വേണ്ടി പോകുന്നത്. ഹായ് കനികനി, ഹായ് പറയാൻ പറഞ്ഞിട്ട് കത്രി കാണിച്ചിരേനി സ്വദേശി. അങ്ങനെ നമ്മൾ 4 പേരും ഉള്ളിലേക്ക് കയറി കുറെ പൂമ്പാറ്റിയും കുറെ വണ്ടും ഒക്കെ ആയിട്ട് ഫസ്റ്റ് എൻട്രൻസ് തന്നെ അതിഗംഭീരമായി ശരിക്കും പറഞ്ഞാൽ പയ്യന്നൂർ എക്സ്പോ കഴിഞ്ഞു തോന്നുന്നു. നമ്മളിപ്പോ എന്തിനാ പറയുന്നത് നമുക്കറിയില്ല. കുറെ പക്ഷികളും എന്താ ഈ പാമ്പ് അങ്ങനെ പറയുന്നതിന് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കയറണം ഞാൻ അന്നേ വിചാരിച്ചാണ്. അപ്പോൾ എന്റെ ആഗ്രഹം സാധിച്ചു തന്ന എക്സ്പോ ടീമിന് വളരെയധികം നന്ദി പറയുന്നു. ലാസ്റ്റ് സീറ്റിൽ ഇരുന്നാലാണ് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ സീറ്റ് തന്നെ തെരഞ്ഞെടുത്തു. രമീച്ചൻ ജോളി തന്നെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ആ കുഞ്ഞി വരെ ഗോളായിരുന്നിട്ടാണ് ഇതിലെ ആടിയത്. നമ്മൾ രണ്ടാളും പേടിത്തൊണ്ടികളായിരുന്നു ഗൈസ്. ലവ് ആക്കാൻ പറഞ്ഞിട്ട് ഒരുമാതിരി ചതുരം പോലത്തെ എന്തോ സാധനം കുക്ക് പോലെ ഉണ്ടായിന്. അങ്ങനെ നമ്മൾ ഇറങ്ങി. അങ്ങനെ നല്ല വിശപ്പുണ്ടായിന്. നമ്മുടെ അടുത്ത് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഫേവറേറ്റ് ആയിട്ടുള്ള ലോലിനോനാണ്. വളരെ വിശദമായ സെർച്ചിങ്ങിനൊടുവിൽ നമ്മൾ കണ്ടെത്തിയത് ഫലൂദയാണ് ഗൈസ്. ഫലൂദ എന്തോ ഒരു പേര് പറയുന്നുണ്ടായിന്, ഓർമ്മയില്ല ഗൈസ്. ആ ഫലൂദക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ പക്ക അലമ്പായിരുന്നു ശരിക്കും പറഞ്ഞാല്. ഫലൂദ വന്നു ഗൈസ്. ഫലൂദ വന്ന് സുധീഷ് ക്യാമറ കണ്ടാലേ അപ്പ ടീസന്റ് ആകാം. അതിന് മുമ്പ് നേരെ ഫുൾ അലമ്പാവ്. അങ്ങനെ നമ്മളെല്ലാരും പിന്നെ ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. എന്തെല്ലോ പറഞ്ഞ് ലാസ്റ്റ് തലയിൽ വരെ കൈവച്ചിരിക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് ഉണ്ടാവോ ഇതുപോലത്തെ ഒരു ഫ്രണ്ട്? കാരണം വായിലെ മൂക്കിലെ വായിലെ വാരി തിന്ന് വീട്ടിലേക്ക് വേഗം എത്തണം. ബാക്കിയുള്ളവരോട്ട് തിന്നാനും വിടൂല. നോക്കി എന്റെ ഗ്ലാസ് വരെ തിന്നാണ്ട് പൊത്തി നിൽക്കേനി സുധേച്ചി. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കേനി. എന്നിട്ട് എനിക്ക് പോവാന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് സുധേച്ചി. കാരണം പുള്ളിക്കാരത്തേക്ക് ഒരു 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറണം. അപ്പൊ നമ്മൾ ബൈ ബൈ പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാൻ. ബൈ.